Hello, welcome back. Today we shall discuss the set of three limits associated with a production process. One is the control limits, then second is the specification limits, and third one, natural tolerance limits. For many people who are dealing with this type of process control, some confusions are quite usual between these set of limits. In fact, there is no connection or relationship between the control limits and the specification limits of the process. The control limits are actually driven by the natural variability of the process, measured by the process standard deviation sigma. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് ബാർ കൺട്രോൾ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗിവൺ കേസാണെന്ന് വിചാരിക്കുക, അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് മ്യൂ മൈനസ് 3/√n ഇൻറ്റു സിഗ്മ, അതുപോലെ മ്യൂ പ്ലസ് 3/√n ഇൻറ്റു സിഗ്മ. അപ്പോൾ ഇത് സിഗ്മയുടെ ഒരു ഫംഗ്ഷനാണ്. സപ്പോസ് മ്യൂ ആൻഡ് സിഗ്മ ആർ നോൺ, ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഗിവൺ കേസ്. ഇപ്പോൾ എക്സ് ബാർ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൺട്രോൾ ലിമിറ്റ്സ് ആർ ഫങ്ഷൻസ് ഓഫ് ദി process standard deviation sigma, which is actually connected with the natural tolerance limit of the process. Natural tolerance limit എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. പ്രോസസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫംഗ്ഷനാണ് കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ്? ഈ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റാണ്. അതായത് പ്രോസസ്സിന് ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്, പ്രോസസ്സിന് അതിൻ്റേതായ ഒരു നാച്ചുറൽ ക്യാപ്പബിലിറ്റി ഉണ്ട്. ആ ക്യാപ്പബിലിറ്റി അനുസരിച്ച് ആ പ്രോസസ്സിന് എവിടം വരെ പോകാം. ഉദാഹരണത്തിന് ആ പ്രോസസ്സിൻ്റെ ഒരു ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്, അതാണല്ലോ നമ്മൾ മെഷർ ചെയ്യുക. ആ ഒരു ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് എക്സ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് എവിടം വരെ പോകാം? നമുക്കറിയാം, നമ്മൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അസംഷൻ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് കസ്റ്റമറി ടു ഡിഫൈൻ എൻ അപ്പർ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് ആൻഡ് എ ലോവർ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ്, വിച്ച് ആർ റെസ്പെക്റ്റീവ്ലി 3 sigma below and 3 sigma above. That is, upper natural tolerance limit is equal to the process mean mu plus 3 sigma. Natural tolerance limit lower, LNTL, is similarly above the process mean mu, 3 sigma above. Okay. So, the upper natural limit and lower natural limit are respectively mu plus 3 sigma and mu minus 3 sigma. Mu എന്ന് പറയുന്നത് പ്രോസസ് മീൻ, സിഗ്മ എന്ന് പറയുന്നത് പ്രോസസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അതൊരു നാച്ചുറൽ ടോളറൻസ് ലിമിറ്റാണ്. ആ പ്രോസസ്സിൻ്റെ മീൻ മ്യൂവും പ്രോസസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും ആണെങ്കിൽ നമുക്ക് മ്യൂ പ്ലസ് 3 സിഗ്മ വരെ പോകാം, മ്യൂ മൈനസ് 3 സിഗ്മ വരെ പോകാം. അതാണ് നാച്ചുറലായിട്ടുള്ള ടോളറൻസ് ലിമിറ്റ്സ്. അത് 2 ലിമിറ്റ് ഉള്ളതുകൊണ്ട് UNTL എന്നും അപ്പർ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് എന്നും ലോവർ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ അത് പ്രോസസ്സിൻ്റെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള സ്വഭാവം അനുസരിച്ചാണത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് പുറമെ മറ്റൊരു ലിമിറ്റുണ്ട്, അത് സ്പെസിഫിക്കേഷൻ ലിമിറ്റാണ്. അതായത് ഒരു പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു സ്പെസിഫിക്കേഷൻ ലിമിറ്റ് ഉണ്ടാവും. ഈ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ആരാണ് സ്പെസിഫൈ ചെയ്യുന്നത്?
അത് പ്രോസസ്സ് ഡിസൈൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ മാനേജറാണ്, അല്ലെങ്കിൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കൺസ്യൂമറാണ്, പ്രൊഡ്യൂസറാണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു ഡിറ്റർജൻറ്റ് നിർമ്മിക്കുകയാണെങ്കിൽ ആ ഡിറ്റർജൻറ്റിലുള്ള ഒരു പ്രോട്ടീൻ എന്ന ഒരു പ്രത്യേക പ്രോട്ടീൻ ഇൻഗ്രീഡിയൻറ്റ് എത്ര വരെ ആവാം, എത്ര കൂടുതലാവാം, എത്ര കുറവാവാം, അത് ഈ ഡിറ്റർജൻറ്റ് ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ എഞ്ചിനീയറാണ് തീരുമാനിക്കുക. അതായത് ഒരു പ്രോസസ്സിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്ക് അത് എവിടം വരെ വേണം, അപ്പർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എവിടം വരെ ആയാൽ കുഴപ്പമില്ല, അത് ലോവർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്. അപ്പോൾ ഈ 3 ലിമിറ്റും വ്യത്യസ്തമാണ്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിൽ നമ്മൾ ആ പ്രോസസ്സ് ഇൻ കൺട്രോളാണ് എന്നൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രിപ്പയർ ചെയ്യുന്ന ലിമിറ്റ്സാണ് കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ എവിടം വരെ ഈ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്ക് പരമാവധി എത്ര വരെ ആവാം, പരമാവധി എത്ര വരെ താഴാം എന്ന് ഡിസൈനർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ കൺസ്യൂമർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ തീരുമാനിക്കുന്ന ലിമിറ്റാണ് സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ്. ഓക്കെ. ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാലും നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ഉണ്ടല്ലോ ഏതൊരു പ്രോസസ്സിലും, ഏതൊരു ക്യാരക്ടറിസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം. ആ ലിമിറ്റാണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒരു അപ്പർ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റും ഉണ്ട്, ഒരു ലോവർ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റും ഉണ്ട്. ഓക്കെ. ഇതിൽ സ്പെസിഫിക്കേഷൻ ലിമിറ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇതിന് ഒരു അപ്പർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ലോവർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു എന്താ പറയുക, ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞ ഡിറ്റർജൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തോളൂ. ആ ഡിറ്റർജൻറ്റിൽ മാക്സിമം പ്രോട്ടീൻ ഇൻഗ്രീഡിയൻറ്റ് എത്രയായാലും കുഴപ്പമില്ല, അത് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഒരു പരിധിക്ക് താഴെ പോകാൻ പാടില്ല എന്നാണെങ്കിൽ ആ താഴെയുള്ള ലിമിറ്റ് മാത്രമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ലോവർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്. അപ്പർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് അപ്രസക്തമാണ്. എന്നാൽ ചിലതിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരിക്കും. അപ്പർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഫുഡ് പ്രോഡക്ട്സിലൊക്കെ അതിൻ്റെ ഒരു ചില പ്രത്യേക ഇൻഗ്രീഡിയൻസ്, അത് ഫുഡ് സേഫ്റ്റി മെക്കാനിസം അവർ ലൈസൻസൊക്കെ കൊടുക്കുമ്പോൾ പറയും ഇന്ന ക്വാണ്ടിറ്റി ഇത്രയിൽ കൂടുതൽ പാടില്ല. കുറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് അപകടകാരിയായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും, പക്ഷേ അത്യാവശ്യമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ലിമിറ്റ് വരെ മാത്രമേ അതിൻ്റെ ക്വാണ്ടിറ്റി വരാവൂ എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് ഉണ്ട്, പക്ഷേ ലോവർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് ഇല്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ 3 സെറ്റ് ലിമിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കൺട്രോൾ ലിമിറ്റ്സ്. 2, അതിന് ഡിസൈൻ എഞ്ചിനീയറോ അല്ലെങ്കിൽ അത് പ്രൊഡക്ഷൻ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്പെസിഫൈ ചെയ്യുന്ന ലിമിറ്റ്. 3-മത്തത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ലിമിറ്റ്. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ലിമിറ്റ് എപ്പോഴും μ ± 3 സിഗ്മ ആയിരിക്കും. ഓക്കെ. സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് അത് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി അനുസരിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ലിമിറ്റാണ്. ഈ ലിമിറ്റ് ചിലർ ഈ കൺട്രോൾ ലിമിറ്റിൽ തന്നെ സ്പെസിഫിക്കേഷൻ ലിമിറ്റൊക്കെ കൊടുത്ത് വരുന്നൊരു ശീലമുണ്ട്. കൺട്രോൾ ലിമിറ്റ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പെസിഫിക്കേഷൻ ലിമിറ്റും അങ്ങ് കാണിക്കുക. അതൊന്നും പാടില്ല, അതൊന്നും ശരിയുമല്ല. ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് പ്രാക്ടീസ്. ഓക്കെ. ഇതിൻ്റെ 3ൻ്റെയും ഒരു ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് ഫിഗർ 2 എന്നാണ്. ഫിഗർ 2 ആണ്. പക്ഷേ ഞാനിവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫിഗർ 1 എന്ന് കൊടുത്തു പോയിട്ടുണ്ട്. ഫിഗർ 1 അല്ല, ഫിഗർ 2 ആണ്. ഫിഗർ 1 നേരത്തെ ഇതേ ഫയലിൽ വേറെ ഉണ്ട്, അതുകൊണ്ട് ഫിഗർ 2 ആണ്. ഇതിൻ്റെ ക്യാപ്ഷനാണ് കറക്റ്റ്. ഫിഗർ 2 റിലേഷൻഷിപ്പ് ഓഫ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ്, കൺട്രോൾ ലിമിറ്റ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ്. നോക്കൂ, ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇടതുഭാഗത്തുള്ള പിക്ചറിൽ എക്സ് ബാർ ചാർട്ട്, കൺട്രോൾ ചാർട്ട്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ബാർ ചാർട്ടാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. എക്സ് ബാർ ചാർട്ടിൽ സെൻട്രൽ ലൈന് അപ്പർ കൺട്രോൾ ലിമിറ്റ്, ലോവർ കൺട്രോൾ ലിമിറ്റ് കണ്ടോ. ഇടതുഭാഗത്തുള്ള പിക്ചർ അതിൽ എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസാണ് ആ ഗ്രാഫിൽ ഉണ്ടാവുക.
സെൻട്രൽ ലൈനും അതുപോലെ എല്ലാം ഉണ്ട്. ഇവിടെ ഈ 3 സിഗ്മ എക്സ് എന്ന് പറയുന്നത് 3 സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് എന്നാണ് എക്സ് ബാർ കൺട്രോൾ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പർ ലിമിറ്റ്. അതുപോലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ബാർ മൈനസ് 3 സിഗ്മ എക്സ് ബാർ, അതായത് എക്സ് ബാർ മൈനസ് 3 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എന്നായിരിക്കും എക്സ് ബാർ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, എന്നാൽ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ആ ഗ്രാഫിൽ രണ്ട് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കുക, ഈ മ്യൂ എന്ന് പറയുന്നത് സെൻട്രലുണ്ട്. മ്യൂ പ്ലസ് 3 സിഗ്മയാണ് അപ്പർ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്, മ്യൂ മൈനസ് 3 സിഗ്മയാണ് ലോവർ സോറി താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും UTNL എന്ന് പറയുന്നത് മ്യൂ പ്ലസ് 3 സിഗ്മയാണ്, LNTL എന്ന് പറയുന്നത് മ്യൂ മൈനസ് 3 സിഗ്മയാണ്. എന്നാൽ സ്പെസിഫിക്കേഷൻ ലിമിറ്റും കൂടി ഇതേ പിക്ചറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ LSL കാണാം, ലോവർ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്. അതുപോലെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസിൽ പിടിച്ചാൽ കാണാം. ഓക്കെ, എക്സ്റ്റേണലി ഡിറ്റർമിൻഡ് അവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സ്റ്റേണലി ഡിറ്റർമിൻഡ്? അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതല്ല, അത് നമ്മൾ പുറത്തുള്ള തീരുമാനിക്കുന്നതാണ്. ആരാണ് തീരുമാനിക്കുന്നത്? അതിൻ്റെ മാനേജേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ എഞ്ചിനീയേഴ്സോ ആണ് ഈ LSLും USLും തീരുമാനിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയും തീരുമാനിക്കും. ചിലപ്പോൾ USL ഉണ്ടാവും, LSL ഉണ്ടാവില്ല. ചിലപ്പോൾ LSL മാത്രം ഉണ്ടാവും, USL ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, സോ ഇതാണ് ഈ 3 സെറ്റ് ലിമിറ്റ്സ് തമ്മിലുള്ള ബന്ധം. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വളരെ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.